ഹായ്, ഞാൻ ഈ സന്ധ്യ സമയത്ത് ഇപ്പോൾ ഓടി വന്ന എന്തിനാണെന്നറിയാമോ? ഞാൻ വിളക്ക് വെക്കുന്ന ഒരു സമയമായപ്പോഴത്തേനും ഒരു സംഭവം എൻ്റെ വീട്ടിൽ വന്ന് കയറി. അത് നിങ്ങളോട് വന്ന് പറഞ്ഞു തരാം. അല്ലെ നിങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഓടിച്ചു വിടുവോ തല്ലിക്കൊല്ലുവോ ഒന്നും ചെയ്യരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അത് പകല് വന്ന് വീട്ടിൽ വന്ന് കയറിയാൽ നമുക്ക് വലിയ ഗുണമൊന്നുമില്ല കേട്ടോ. പക്ഷെ സന്ധ്യ സമയത്ത് വിളക്ക് വെക്കുന്ന ആ ഒരു സമയത്തും നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട്, കിടന്നു കഴിഞ്ഞ് വന്നിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല, നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വീട്ടിൽ ഇത് കയറിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് ഭയങ്കര ശുക്രദശയാണ്. അതായത് നമുക്ക് ഈ ഓണം മെമ്പർ എടുത്താൽ പോലും അടിക്കുന്ന അത്ര എഫക്റ്റാണ് ഈ സംഭവം വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ. ഇങ്ങനെ വന്ന് കയറണേന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചോ. ഇത് 2 ഐറ്റം ഉണ്ട്. അതിൽ ഒരൈറ്റം വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ ഗുണമൊന്നുമില്ല, ദോഷവും ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഇത് വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നു ഭഗവാനെ ഒന്നും പറയണ്ട. എനിക്ക് വർഷങ്ങൾ കൂടിയിട്ട് എനിക്ക് വീട്ടിൽ വന്നൊന്ന് കയറിയത് ഇതെന്ന്. അതും ഞാൻ സന്ധ്യവിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നിരുന്നപ്പോഴേ യാദൃശ്യമായിട്ട് ഞാൻ വന്നിരുന്നിടത്തോട്ടുണ്ടല്ലോ മേശയിലോട്ട് ഇങ്ങനെ പറന്ന് വന്ന് അങ്ങോട്ടിരുന്നു. ഇപ്പോഴാണ് ഞാൻ പറഞ്ഞത് വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. അല്ല, ഇത് 2 തരമുണ്ട്, വേറൊന്നുമല്ല കേട്ടോ. ഇതെന്താന്ന് ചോദിച്ചാൽ പച്ചക്കുതിരയുണ്ട്, മറ്റേ മിട്ടിലും ഉണ്ട്. വീട്ടിൽ തന്നെ അറിയാലോ, ഒരു ചെറിയ പച്ച കളർ 2 സൈഡിൽ ഇങ്ങനെ വരും. എന്നിട്ട് അതിൻ്റെ മേളിൽ കൂടി ഇങ്ങനെ കറുത്ത വര ഇങ്ങനെ വരത്തില്ലേ. പക്ഷെ പച്ചക്കുതിരയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പറയും, ഞങ്ങളുടെ നാട്ടിലോട്ട് പച്ചക്കുതിരയെന്നും പറയും, പച്ചമിട്ടിലെന്നും പറയും കേട്ടോ. അപ്പം പച്ചക്കുതിരയെന്ന് പറഞ്ഞിട്ട് താനി ഫുള്ള് പച്ചയായിരിക്കും. പക്ഷെ അതിന് പറയുന്നതാണ് ഐശ്വര്യം, അല്ലെങ്കിൽ മഹാലക്ഷ്മി വീട്ടിൽ വന്ന് കയറി എന്നാണ് പറയുന്നത്, അല്ലെ സരസ്വതി വീട്ടിൽ വന്ന് കയറിയെന്ന്. ഓരോ സ്ഥലത്തും ഓരോന്നാണ് പറയുന്നത് കേട്ടോ. ഇത് വീട്ടിൽ വന്ന് കയറുമ്പം ഞങ്ങളുടെയൊക്കെ നാട്ടിലോട്ട് പറയും സരസ്വതി ദേവി ഇങ്ങനെ കഴിക്കാത്തൊന്നും ഇങ്ങനെ കാശ് പൊഴിച്ച് ഇങ്ങനെ നിൽക്കത്തില്ല. ഞങ്ങളൊക്കെ പറയും ഈ പച്ച വീട്ടിൽ, ഒറിജിനൽ പച്ച വീട്ടിൽ കയറിയാൽ ഞങ്ങൾ പറയും സരസ്വതി ദേവി വീട്ടിൽ വന്നതിന് തുല്യമാണ്. നമുക്ക് എവിടുന്നോ കാശ് വരാനുണ്ട്, അല്ലെ എവിടുന്നോ നമുക്ക് പ്രതീക്ഷിക്കാത്ത കുറച്ച് കാശ് നമുക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഞാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങളോട് എൻ്റെ സ്ഥലം വിൽപ്പനയുടെയൊക്കെ കാര്യം. അതൊക്കെ ഇങ്ങനെ മുടങ്ങി പെൻഡിങ്ങിൽ നിൽക്കുവാണ്. അങ്ങനെ വല്ലോ ആയിരിക്കും എൻ്റെ ഈശ്വരാ മതി ഇതിപ്പോൾ ഇങ്ങനെ വന്നൊന്ന് കയറാനുള്ള ഒരു ഗുണം കാണിച്ചത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഞാൻ അതിനെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം എൻ്റെ സന്തോഷമേ. ഇതാണ്ട് ഇത് കണ്ടോ, ഇതാണ് ഒറിജിനൽ പച്ചക്കുതിര. ഇത് കണ്ടോ, ഇതിന് വള്ളിയോ പുള്ളിയോ വരയോ ഒന്നുമില്ല കേട്ടോ. ഇത് കണ്ടോ, ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? എൻ്റെ കൈയുടെ പുറത്തുകൂടി ഇതേണ്ട കണ്ടോ, എല്ലാവരും കണ്ടോ? മറ്റേത് മിട്ടിലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ 2 സൈഡിലും പച്ച ഉണ്ടാവും, പക്ഷെ അതിൻ്റെ പുറത്തുകൂടി ഇങ്ങനെ കറുത്ത വരകളുണ്ടാവും. അത് വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് കയറിയിട്ട് ഒരു കാര്യമില്ല. ഇത് വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്നാണെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിട്ട് ഉപേക്ഷിച്ച് കളഞ്ഞ കാശോ, അല്ലെങ്കിൽ നമുക്ക് കിട്ടാനുള്ളതോ, അല്ലെങ്കിൽ ലോണോ, എങ്ങനെയാണെങ്കിലും നമുക്കൊരു കാശിൻ്റെ ഇടപാട് നമുക്ക് നടക്കും. അതിൻ്റെ ഒരു ഭയങ്കരമായ ഒരു സന്തോഷം എനിക്ക് അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓടി വന്നത്. പിന്നെ നമ്മൾ ഇത് വന്ന് വീട്ടിൽ വന്ന് കേട്ട് നമ്മൾ അടിച്ചു കൊല്ലാനോ എടുത്ത് പറിച്ച് കളയാനോ ഒന്നും നമ്മൾ ശ്രമിക്കരുത് കേട്ടോ. അത് കുറച്ച് കഴിയുമ്പം തന്നെ പറന്നു പോകുമോ. അതല്ല എങ്കിൽ നമ്മൾ ഇതിനെ പയ്യെ എടുത്ത് കൊണ്ടുപോയി നമ്മൾ നല്ല വൃത്തിയുള്ള ഒരു സ്ഥലത്ത് തുളസിയുടെ മുകളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നല്ല സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചേക്കണം. ആരും ഇതിനെ അറിഞ്ഞ് ചവിട്ടിക്കൊല്ലുവോ തല്ലിക്കൊല്ലുവോ ഒന്നും ചെയ്യരുത് കേട്ടോ. നമ്മളെ വീട്ടിൽ വന്ന ഐശ്വര്യത്തെ നമ്മൾ പുറംകാല് കൊണ്ട് ചവിട്ടി എറിഞ്ഞതിന് തുല്യമാകും. ഇതുകൊണ്ടോ കയറി പോണത്. എനിക്കെന്തോ വലിയ ഭാഗ്യം വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ ഭാഗ്യം നിങ്ങൾക്കും കൂടെ ഉള്ളതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ പറഞ്ഞ വാക്കിലൊന്നും ഒരു മാറ്റവും വരത്തില്ല കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ഇത് വരുന്നത് ഒരുപാട് അനുഗ്രഹമാണ്. അപ്പം നിങ്ങളും ഇതുപോലെ ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ചെയ്തോണം കേട്ടോ. നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ അറിയാമായിരിക്കുന്ന കാര്യമായിരിക്കും, പക്ഷെ ഞങ്ങളുടെ നാട്ടിലെല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാം. ഇത് വന്ന് കയറിയാലത്തെ ഗുണം എന്താണെന്ന്. അല്ലാതെ ഇതിനെ കണ്ടു കഴിഞ്ഞ ഉടനെ അയ്യോ എങ്ങാണ്ട് കിടന്ന ഒരു ജീവി വന്ന് വീട്ടിൽ കയറി എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതിനെ ഉപദ്രവിക്കുകയൊന്നും ചെയ്യരുത്. ഇത് നമ്മളെ തിരിച്ചൊന്നും ഉപദ്രവിക്കത്തില്ല. ഇത് അപൂർവമായിട്ടാണ് വീട്ടിൽ വന്ന് കയറത്തുള്ളൂ. ഇതെല്ലാവരും കണ്ടല്ലോ. ഇത് പല സൈസുണ്ട്, പക്ഷെ ഇതാണ് ഒറിജിനൽ ഐശ്വര്യം. അതായത്
സരസ്വതി ദേവിയായിട്ടും മഹാലക്ഷ്മിയായിട്ടും ഒക്കെ ബന്ധപ്പെടുത്തിയേക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ പച്ചക്കുതിരനെ. എല്ലാത്തിനെയും അല്ല കേട്ടോ, ഇത് എൻ്റെ ഒരു അറിവ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നേ ഉള്ളൂ. മഹാഭാഗ്യം ഇത് നമ്മുടെ കുടുംബത്ത് വന്നിട്ടുണ്ടെങ്കിൽ എന്തോ വലിയൊരു കഷ്ടകാലവും ദുരിതവും ഒക്കെ മാറിപ്പോയിട്ട് നല്ലൊരു സമയം വരാൻ പോകുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ഇത് വീട്ടിൽ വന്ന് കയറിയ. എനിക്കിതിനെക്കുറിച്ച് പറഞ്ഞിട്ടും മതിയാവുന്നില്ല, അത്രയ്ക്ക് ഐശ്വര്യം. എനിക്കിന്ന് ഒരുപാട് സന്തോഷമായിപ്പോയി കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാമായിരുന്നോ? അറിയാമെങ്കിൽ അറിയാവുന്നവർ വന്നൊന്ന് കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം വീണ്ടും കാണാൻ. ടാറ്റ ബൈ ബൈ. ഓക്കേ.